ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെ വിവാഹ നിശ്ചയം എത്തിയിട്ടോ. വേദയെ കതിർമണ്ഡപത്തിലോട്ട് കൊണ്ടുവരാൻ പറയുകയാണ് കേട്ടോ പൂജാരി. അപ്പോൾ ആ കടമ ചെയ്യേണ്ടത് നന്ദിനിയാണെന്ന് പൂജാരി പറയുകയാണ്. വേദയുടെ ആങ്ങളുടെ ഭാര്യയാണ് അത് ചെയ്യേണ്ടത്. അവർ പോയി കൂട്ടിക്കൊണ്ടുവരും. അത് കേൾക്കുന്ന പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് നിൽക്കുന്ന ഹരിതക്കും അത്രയങ്ങ് പിടിക്കില്ല. അപ്പോൾ ഈ സമയം നന്ദിനി മടിക്കുകയാണ്. നന്ദിനി ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന സമയത്ത് ഉടൻ തന്നെ പറയാണ്, ഇനിയൊന്നും നോക്കണ്ട, നീ വേഗം പോയിട്ട് കൂട്ടിക്കൊണ്ടുവര് എന്ന് നന്ദിനിയോട് സൂര്യ പറയാണ് കേട്ടോ. അപ്പോൾ സൂര്യയാണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ഇത് ഹരിതക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ. നന്ദിനി വേദയുടെയും അതുപോലെ വേദയുടെയും ഇന്ദ്രജയും അവിടെ ഉണ്ടാവും കേട്ടോ. അവരുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. ഹിമ കൂടെയും ഉണ്ടല്ലോ. അങ്ങനെ അവരുടെ റൂമിൽ ചെന്നിട്ട് നിങ്ങളെ താഴോട്ട് വിളിക്കുന്നുണ്ട്, കൂട്ടിക്കൊണ്ടുവരാനാണ് വന്നതെന്ന് പറയുമ്പോൾ വേദ പറയുന്നത്, നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. നീ എന്തിനാണ് എൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്? നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പ് പിടിച്ച് നിൽക്കുമ്പോൾ നീ എന്തിനാണ് നീ എൻ്റെ മുന്നിലോട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയം എന്നോട് സൂര്യ സാറും പൂജാരിയൊക്കെ പറഞ്ഞതുകൊണ്ട് നീ എന്നെ വിളിക്കാൻ വരിക, അതിനുള്ള യോഗ്യത എന്താടി നിനക്കുള്ളത്? നീ ഈ വീട്ടിലെ വേലക്കാരിയാണെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനിക്ക് വലിയ വിഷമമാണ്. അപ്പോൾ സൂര്യ സാറ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സൂര്യ സാറിനോട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ഇന്ദ്രജിക്ക് പേടിയാവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഹരിത കയറി വരികയാണ്. അങ്ങനെ ഹരിത പറയാണ്, അതെ, അടിമകൾ അടിമയുടെ സ്വഭാവം എടുത്താൽ മതി, അല്ലാതെ അതിൽ കൂടുതൽ വലിയൊരു കാര്യമൊന്നും ആവാൻ ഇവിടെ നോക്കണ്ട. ഇവിടെ ഇപ്പോൾ ഈ നാത്തൂൻ എന്ന ഭരണമൊന്നും നീ എടുക്കാൻ നോക്കണ്ട. അതിന് നിനക്ക് ഒരിക്കലും കഴിയില്ല. ഞങ്ങൾ ആരും അതും സമ്മതിക്കില്ല. മര്യാദക്ക് നീ ഇറങ്ങി പോടി. അല്ല സൂര്യ സാർ എന്ന് പറയുമ്പോൾ സൂര്യ സാറിനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സൂര്യശാര് എന്ന് പറഞ്ഞിട്ട് ഹരിത പറഞ്ഞു വിടണം കേട്ടോ. സമയം നന്ദിക്ക് നല്ല വിഷമമുണ്ട്. ഇതേസമയം രഞ്ജിത്തിൻ്റെ ആ കാർ ക്യാമറ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവരുടെ ആരുടെയും ആ കുഞ്ഞു കാറ് ശ്രദ്ധയിൽപ്പെടുന്നില്ല. അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഹിമയാണെങ്കിലോ വേദക്കൊപ്പം പോവില്ല കേട്ടോ. അപ്പോൾ ഹിമ പോവാത്തത് കൊണ്ട് തന്നെ വേദ ചോദിക്കുകയാണ്, നീ എന്താ വരാത്ത? ഞാൻ എൻ്റെ മേക്കപ്പ് സെറ്റുകളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം, നീ നടന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരിതയും ഇന്ദ്രജയും കൂടിയിട്ട് വേദയെ കൊണ്ടുപോവാണ്. ഇതേ സമയം നന്ദിനി ചെല്ലുമ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, എന്തായി, നീ എന്താ വേദയെ വിളിക്കാൻ എന്ന് പറയുമ്പോൾ അത് സൂര്യ സാറ് എന്നോട് ഹരിത പറഞ്ഞു, ഞാനാണ് നാത്തൂന്, ഞാൻ ചെയ്തോളാം കടമ, എന്നോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. ഈ സമയം സൂര്യക്ക് ദേഷ്യം പിടിക്കണം. അപ്പോൾ സൂര്യ അങ്ങനെ അവളങ്ങ് വിട്ടാൽ ശരിയാവത്തില്ലല്ലോ, അവൾക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തോളാം, കൊടുക്കേണ്ട ഭാഷയിൽ തന്നെ കൊടുക്കണം, എങ്കിലാണ് അവൾ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് ഇറങ്ങാനൊരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ നന്ദിനി, വേണ്ട സൂര്യ സാർ, ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണം, ശരിയാണ് മോനെ, നീ ഒന്നും മിണ്ടാതിരിക്കുക, അവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടട്ടെ, നന്ദിനി ഇവിടെ നിന്നോട്ടെ എന്ന് പറയാം. അപ്പോഴാണ് കേട്ടോ ഹരിത വേദയും കൊണ്ടുവരുന്നത്. ഹരിതയും ഇന്ദ്രജയും. വേദ നല്ല സുന്ദരിയായി അടിപൊളി പട്ടുസാരിയൊക്കെ എടുത്ത് നല്ല മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല ലെവലിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇവരെങ്ങനെ നോക്കുകയാണ്. ഇതേ സമയം ഹിമയാണെങ്കിലോ തൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ആ റൂം അങ്ങ് അടയ്ക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ ആ ക്യാമറയുള്ള കാറ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല. രഞ്ജിത്ത് ആകെ പെട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ഇവരെല്ലാവരും കതിർമണ്ഡപത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പൂജയുടെ കർമ്മങ്ങൾ തുടങ്ങുന്ന സമയമായിരിക്കുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജാരി പറയാണ്, എന്തായാലും പെൺകുട്ടിയെ പിടിച്ചിരുത്തു എന്ന് പറയണം. പെൺകുട്ടി ഇരുത്തുകയാണ്. വേദയും അതുപോലെ ഇന്ദ്രജയും കൂടി രണ്ടുപേരും കൂടി ഇരുത്തുകയാണ്. അങ്ങനെ സാരിയുടെ പ്ലേറ്റൊക്കെ ഇങ്ങനെ കാലിൻ്റെ മുട്ട് കുത്തി വെച്ചിരിക്കുകയാണ് അവൾ. അപ്പോൾ ആ പ്ലേറ്റൊക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ സാരിയുടെ ആ ഞെറിയൊക്കെ ശരിയാക്കി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഹരിതയാണെങ്കിലോ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഹിമ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ പൂജാരി പറയാണ്, ഈ പ്രസാദവും അതുപോലെ തന്നെ എല്ലാം എടുത്ത് ഈ നിൽക്കുന്ന സൂര്യയുടെ കയ്യിലോട്ട് കൊടുക്കുക എന്ന് പറയണം. അപ്പോൾ ആ സമയം കുങ്കുമൊക്കെ എടുത്ത് ആ സൂര്യയുടെ കയ്യിലോട്ട് കൊടുക്കുക എന്ന് പറയണം. അപ്പോൾ ഈ സമയത്ത് എടുക്കാൻ വേണ്ടി ഹിമ താഴോട്ട് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ്, കുനിഞ്ഞ് നിൽക്കുകയാണ്. ആ കുനിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ ഒരു തട്ടിങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞ സമയം കൊണ്ട് തന്നെ ഹരിതയാണെങ്കിലോ അങ്ങ് എണീറ്റ് നിൽക്കുകയാണ്. എണീറ്റ് നിൽക്കുന്നതോടുകൂടി ഒരൊറ്റ തട്ടാണ്. അതോടുകൂടി കുങ്കുമവും അതിലിരിക്കുന്ന ആ പ്രസാദവും എല്ലാം കൂടി ഹിമയുടെ മേലോട്ട് അങ്ങ് മൊത്തം പോവാണ് കേട്ടോ. അതോടുകൂടി ഹിമയുടെ ഡ്രസ്സൊക്കെ ആകെ ആ പ്രസാദവും ആ കുങ്കുമവും കൊണ്ട് അഴുക്കാവാണ്. അപ്പോൾ ഉടൻ തന്നെ അതാകെ കളറ് പെരഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ആദ്യം തന്നെ നിശ്ചയം നടക്കുമ്പോൾ തന്നെ ആദ്യം ഒരു ലക്ഷണം ഇല്ലാത്ത കാണിച്ചല്ലോ. അപ്പോൾ എന്തൊരു വിവാഹമൊക്കെ തന്നെ എന്നിവരിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ പൂജാരി പറയണത്, അത് നല്ലതാണ്, കുങ്കുമം തട്ടിപ്പോകുന്നത്, ഇത് നല്ല കാര്യമാണ്, നിങ്ങളാരും ടെൻഷൻ ആവണ്ട എന്ന് പറയണം. അപ്പോഴേക്ക് ഹിമ പറയണം, ഞാൻ എൻ്റെ ഡ്രസ്സ് കഴുകിയിട്ട് വരാം.
അത് കേട്ടോടൻ തന്നെ വേദ പറയണേ ഇനി ഡ്രസ്സ് കഴുകാൻ നിൽക്കേണ്ട, അത് കഴുകണമെങ്കിൽ എത്ര നേരം പിടിക്കുമടി, അതുകൊണ്ട് എൻ്റെ ഡ്രസ്സിൽ എൻ്റെ അലമാറയിലുണ്ട് പുതിയൊരു ഡ്രസ്സ് ഇരിപ്പ്, അത് നീ എടുത്തിട്ടിട്ട് വാ എന്ന് പറയാണ്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഹിമ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രഞ്ജിത്തിനെയാണ്. രഞ്ജിത്തിനാണെങ്കിലോ കാമം മൂത്ത് നിൽക്കുകയാണ് രഞ്ജിത്തിന്. അത്രയും കാമക്കണ്ണിലൂടെ ഓരോരുത്തരുടെ ശരീരങ്ങൾ കാണാൻ കാത്തു നിൽക്കുന്ന രഞ്ജിത്ത് തനിക്ക് വേദയുടെ വീണ്ടും വീണ്ടും കാണാനുള്ള ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ തൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല, എൻ്റെ കയ്യിൽ മൊബൈലേ ഉള്ളൂ. അപ്പോൾ താൻ ഈ ക്യാമറ വാങ്ങിച്ച ആ പയ്യന് വിളിക്കുകയാണ്. എൻ്റെ ക്യാമറ ഞാൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ക്യാമറയിൽ എൻ്റെ ക്യാമറ എൻ്റെ ഡിവൈസിലല്ലേ കണക്ട് ചെയ്തിട്ടുള്ളത്, എൻ്റെ മൊബൈലിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഓ അത് പറ്റില്ല സാറേ, ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ടല്ലോ, ആ ലിങ്ക് കയറുക, പിന്നീട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം മൊബൈൽ നന്നായി കാണാം, ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ അത് നടക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി എൻ്റെ ഫോൺ അതാണ്, എന്നാൽ ലിങ്ക് എടുത്ത് ക്ലിക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് പിന്നെ ഈ റൂമിൽ പെട്ടെന്ന് ക്യാമറ ഇങ്ങനെ നോക്കുന്ന ഫോണിൽ ഇങ്ങനെ ക്യാമറ നോക്കുന്ന സമയത്ത് ഈ റൂമിലോട്ട് ഹിമ വന്നത് കാണുന്നത്. ഹിമയെ കാണുന്ന രഞ്ജിത്തിന് ആകാംക്ഷ കൂടുകയാണ്. ഹായ്, അവൾ എന്തിനാ വന്നിരിക്കുന്നത് എന്ന ലെവലിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഹിമയാണെങ്കിൽ തൻ്റെ ഷോളങ്ങ് ഊരിയിടുകയാണ്. കാരണം തൻ്റെ ദേഹം മൊത്തം ഇത് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഊരിയിട്ടിട്ട് ഒരു ഡ്രസ്സ് ഷെൽഫിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് തൻ്റെ ഡ്രസ്സ് ഷോൾ ഊരിയിടുമ്പോൾ രഞ്ജിത്ത് ഉദ്ദേശിച്ച് തന്നെ നടക്കാൻ പോകുന്നു. ഹിമ ഡ്രസ്സ് മാറാൻ പോകണല്ലോ. അപ്പോൾ അത് കാണുന്ന തനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് രഞ്ജിത്ത് ഈ മൊബൈലിലൂടെ ആ ഒരു ക്യാമറ ഇങ്ങനെ കാണുകയാണ്. ക്യാമറ കാറ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അതിങ്ങനെ കാണുന്ന സമയത്ത് ഹിമ പെട്ടെന്ന് ബാത്റൂമിലോട്ട് അങ്ങ് കയറും കേട്ടോ. അതോടുകൂടി ഇവൾ എന്ത് പണിയാണ് ചെയ്തത്, ഇവൾ ഡ്രസ്സ് മാറാൻ ബാത്റൂമിലോട്ടാണല്ലോ കയറിയത്, എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഹിമയാണെങ്കിൽ പോകുന്ന വഴിക്ക് തൻ്റെ ഡ്രസ്സ് അവിടെ വെക്കുന്നുണ്ട്. പക്ഷെ ഡ്രസ്സ് എടുക്കാതെയാണ് ബാത്റൂമിലോട്ട് കയറിയത്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞ് ഹിമ അതേപോലെ ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുക. അപ്പോൾ രഞ്ജിത്തിന് ആകാംക്ഷയാവാണ്. അവൾ ഡ്രസ്സ് എടുത്തിട്ടില്ല, അപ്പോൾ എന്തായാലും വരുമായിരിക്കും, ഇനി ഇവിടെ വന്നിട്ടായിരിക്കും മാറുമായിരിക്കും എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോഴാണ് ഹിമയുടെ കണ്ണിൽ ഈ കാർ അവിടെ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി ഹിമക്ക് നന്ദിനിക്ക് വന്ന അതേ സംശയം കേട്ടോ. അപ്പം ഹിമ ഈ കാറിൻ്റെ തൊട്ടരികിലോട്ട് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ഇതെന്തൊരു വ്യത്യസ്ത കാർ, ഇതിന് മുകളിൽ എന്തോ ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരു ക്യാമറ പോലെ തോന്നുന്നതെന്നൊക്കെ ഹിമക്ക് തോന്നണം. അങ്ങനെ ഹിമ പതിയെ കാറുമായി ഇങ്ങനെ വരുമ്പോൾ വേദയുടെ റൂമിൻ്റെ ജനൽ ഇങ്ങനെ ചെറുതായി ചാരി വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ആ ജനൽ ഇങ്ങനെ പതിയെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ പിറകിലാണ് രഞ്ജിത്ത് നിൽക്കുന്നത്. രഞ്ജിത്ത് ഇതിങ്ങനെ മൊബൈലിൽ ഈ ക്യാമറ, അതായത് ആ കാറിൻ്റെ റിമോട്ടും കയ്യിൽ പിടിച്ചിട്ടുണ്ട്, മൊബൈലും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്താണെങ്കിലോ ഇതിങ്ങനെ നോക്കുന്ന സമയത്താണ് ഹിമ ഹിമയെ കാണുന്ന രഞ്ജിത്ത് പെട്ടെന്ന് തൻ്റെ റിമോട്ട് പിറകിലോട്ട് പിടിച്ചിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പം ഹിമ ചോദിക്കുകയാണ്, താനെന്താ ചെയ്യുന്നത്, താനെന്താ ഇവിടെ റൂമിൻ്റെ പിറകിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊരു ഫോൺ വന്നതാണ് എന്ന് പറയുന്നത് കേട്ടോ. അത് കേൾക്കുന്നതിനോട് ഓ അങ്ങനെയാണോ, അതെ എനിക്കൊരു ഫോൺ വന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സംസാരം അടച്ച് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഫോൺ വന്നതാന്ന് പറയുന്നതിനോട് കൂടിയിട്ട് ആ സംസാരം അവിടെ വെച്ച് നിന്നു എന്നാണ് രഞ്ജിത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ കാറാണെങ്കിലോ അവൾ തിരിയുമ്പോഴേക്കും പെട്ടെന്ന് തൻ്റെ റിമോട്ട് കൊണ്ട് ആ കാറ് ആ റൂമിൽ നിന്നും പുറത്ത് കിടപ്പിക്കുകയാണ് കേട്ടോ. അതോട് കൂടിയിട്ട് ഹിമ ഈ ജനലിൻ്റെ ഡോർ അടച്ച് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാർ അവിടെ കാണില്ല. അപ്പോൾ ഹിമക്ക് കൂടുതൽ സംശയമായി. ഇതേ സമയം രഞ്ജിത്താണെങ്കിലോ ഇനിയൊന്നും നടക്കത്തില്ല, ഇന്നിപ്പോൾ കണ്ടു തന്നെ കാണാം വേദ ഡ്രസ്സ് മാറുന്നത്, വേദയുടെ ആ ശരീര സൗന്ദര്യം കാണാമെന്ന് പറഞ്ഞിട്ട് താൻ തൻ്റെ ആ മൊബൈലിൽ ആദ്യം മുതലത് പ്ലേ ചെയ്യാണ് കേട്ടോ. അങ്ങനെ വേദയെ ഹിമ വന്നിട്ട് ആ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അഴിക്കുന്ന ആ ഒരു രംഗം ഉണ്ടല്ലോ, ഫസ്റ്റിൽ കാണിക്കുന്ന രംഗം, ആ രംഗമാണ് കേട്ടോ. ആ രംഗം അങ്ങ് കാണുന്നതിനോട് കൂടിയിട്ട് തനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. തൻ്റെ കണ്ണും നോക്കും ഒക്കെ ഒരുപോലെ ആ മൊബൈലിലോട്ട് അത്രയും തുറിച്ച് അത്രയും ആകാംക്ഷയോട് കൂടി നോക്കുന്ന സമയത്ത് തൻ്റെ പിറകിൽ ഹിമ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഹിമ ഇത് കാണുന്നതിനോട് കൂടി ഹിമയുടെ തലക്ക് ഭ്രാന്ത് പിടിക്കാണ്. അപ്പോൾ ഹിമ പറയാ, എടാ ദുഷ്ട, സ്വന്തം കെട്ടാൻ പോകുന്ന സ്വന്തം പെണ്ണിൻ്റെ ശരീര സൗന്ദര്യമില്ല നീ കണ്ടുകൊണ്ടിരിക്കുന്നത്,
നീ ഇത്ര ഫ്രോഡാണല്ലേ? അപ്പോൾ എനിക്ക് എൻ്റെ സംശയം തെറ്റിയില്ല. നിൻ്റെ കയ്യിൽ ഈ കാറുണ്ടല്ലോ, ഈ കാറിൽ നീ ക്യാമറ ഘടിപ്പിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ സൗന്ദര്യം നീ കണ്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം? അത് കേൾക്കുന്ന രഞ്ജിത്ത് പറയാണ്, അയ്യോ അങ്ങനെ പറയല്ലേ ഹിമേ, അപ്പോഴേക്കും എങ്ങനെ പറയല്ലേ നേടാ എന്ന് പറയുന്നത്, എൻ്റെ ഈ വേദ എന്ന് പറയുന്നത് അവൾ നല്ല പെൺകുട്ടിയാണ്, നിന്നെപ്പോലെ ഒരു ഫ്രോഡല്ല, അവൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല, നിന്നെപ്പോലെ ഒരുത്തനെ എൻ്റെ വേദ ഒരിക്കലും കല്യാണം കഴിക്കേണ്ട, വേദ വേദ എന്ന് പറഞ്ഞ് ചേറുമ്പോൾ, അയ്യോ സിസ്റ്റർ ഞാനൊന്ന് പറയട്ടെ, അയ്യോ സിസ്റ്റർ നീ ഒന്ന് പറയണ്ടടാ, നിൻ്റെ കാമക്കണ്ണ് ഞാൻ കണ്ടടാ, എനിക്ക് സംശയം തോന്നിയിട്ടാടാ ഞാൻ പുറത്തോട്ട് വന്നത്. അപ്പോൾ സത്യം തന്നെ എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ സ്വന്തം ഭാര്യയാവാൻ പോകുന്നവരുടെ ശരീര സൗന്ദര്യം ക്യാമറയിലൂടെ ആദ്യം കാണുന്നവനല്ലേ നീ, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹിമ അവിടെ നിന്നും അങ്ങ് ഓടുകയാണ് വേദയെ വിളിക്കാൻ വേണ്ടി. വേദയെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഇവനെന്ത് ചെയ്യും, ഹിമയുടെ കഴുത്തിനങ്ങ് പിടിക്കണം കേട്ടോ. പിന്നീട് ഹിമ അയ്യോ എന്ന് പറഞ്ഞ് അലറാൻ പോലും ഹിമക്ക് പറ്റുന്നില്ല, കൈയും കാലും കുതറും. അപ്പോഴേക്കും അവന് വലിച്ചഴച്ച് ആ കോണിയുടെ സ്റ്റെപ്പിൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഹിമയാണെങ്കിലോ എന്നെ വിട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവൻ വിടില്ല. ഇവൻ നീ എൻ്റെ മുഖംമൂടി എല്ലാവർക്കും മുന്നിൽ തുറന്നു കാട്ടണല്ലേ, എന്നാൽ നീ ഈ ലോകം ഇനി വേണ്ട, നീ ഇന്ന് തന്നെ മരിക്കണം, എനിക്ക് ഈ വിവാഹം നടക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, എനിക്ക് പല ലക്ഷ്യങ്ങളുണ്ട്, അതിന് നീ തടസ്സമാകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഹിമനെ കഴുത്ത് ഞെരിച്ച് അവൻ കൊല്ലുകയാണ് കേട്ടോ രഞ്ജിത്ത്. അപ്പോൾ ഈ നിശ്ചയത്തിൽ ഇനി നടക്കാൻ പോകുന്നത് അതാണ്.